മസാലയിലേക്ക് കൊണ്ട് ചിക്കൻ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി അല്ലാതെയും ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല, പിന്നെ സജീരകം വേണം, ചെറിയ ജീരകം, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത്, അരക്കപ്പ് തൈര്, നാരങ്ങ നീര്, പുതിനയിലയും മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. കുറച്ച് പൊടിക്കാത്ത കുരുമുളക് കൂടി നമ്മളിതിൽ കൂടുതൽ ചേർക്കുന്നുണ്ട്. ഒരു 2.5 കിലോ ചിക്കനാണ് ഇന്നിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അളവുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്കൊരു കടായിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത ഓണിയനും കൂടെ ഇട്ട് കുറച്ച് എണ്ണയും ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ചിക്കൻ നല്ലപോലെ വെന്ത് വരുന്നവരെ. നമുക്ക് അരി കഴുകിയെടുക്കാം. 1 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് അരി. 2 കിലോ അരിയാണ് നമ്മൾ എടുക്കുന്നത്. നന്നായിട്ട് കഴുകിയിട്ട് ബേ ലീഫ്, സജീരകം, ഏലക്ക, ഗ്രാമ്പു, പട്ട ഇത്രയും ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളം തിളച്ച് തുടങ്ങി. ഇനി നമുക്ക് അരി ചേർക്കാം. കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഹോം മെയ്ഡാണിത്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് ഇറക്കി വെക്കാം. അരി ഒരു 90% വെന്തിട്ടുണ്ട്. എത്ര മതി. അതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. ഗരം മസാല, ഫ്രൈഡ് ഓണിയൻ വേണം, കുറച്ച് മല്ലിയില, പുതിനയില ഇത്രയും വേണം. ഒരു വലിയ ചെമ്പിൽ മസാല ഇടുക ആദ്യം. അതിന് മുകളിൽ ഒരു വാഴയില വെച്ച് കൊടുക്കുക. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതിന് മുകളിലായിട്ട് റൈസ് ഒരു ലെയർ നിരത്തിയിട്ട് കുറച്ച് ഫ്രൈഡ് ഓണിയൻ ഇട്ട് കൊടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി റൈസ് വെക്കുക. വീണ്ടും ഒന്ന് ഗാർണിഷ് ചെയ്യുക. എന്നിട്ട്
അത് അടപ്പ് വെച്ചിട്ട് അതിന് മുകളിൽ കനൽ വെച്ച് കുറച്ച് ഒരു വെയിറ്റ് കൂടെ കയറ്റി വെച്ചാൽ 10-15 മിനിറ്റ് ദമ്മിൽ ഇരുന്നാൽ മതി. ബിരിയാണി വിറകടുപ്പിൽ വെക്കുമ്പോഴാണ് എപ്പോഴും അതിൻ്റെ ടേസ്റ്റ് വരിക, ദം ബിരിയാണിയുടെ ടേസ്റ്റ് വരിക. ഇപ്പോൾ ഏകദേശം 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ റൈസ് വേറൊരു പാത്രത്തിലേക്ക് പകർത്തുകയാണ്. ഒറിജിനൽ ഹൈദരാബാദി ബിരിയാണിയുടെ അത്രയ്ക്കില്ല, എന്നാലും ഏകദേശം അതുപോലെയൊക്കെ ഉണ്ട് ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.